Hi dears, welcome back to Arcane എല്ലാ മക്കൾക്കും Arcane ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോകുന്ന നമ്മളെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ +1 ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? റൈറ്റ് 2 യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് അല്ലേ. സോ ഡയമെൻഷണൽ അനാലിസിസ് നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തായാലും 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഡയമെൻഷണൽ അനാലിസിസിൽ നിന്ന് തന്നെയായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോക്കുക. അതിന്റെ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ അല്ലെ. സോ ടു ചെക്ക് ദ കറക്റ്റ്നെസ്. ഓക്കെ, സോ ഒരു ഇക്വേഷൻ നമുക്ക് തന്നൊരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ടു ഡെഡ്യൂസ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഡെഡ്യൂസ് ചെയ്തെടുക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ രണ്ട് ഏരിയയിൽ നിന്നും നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് യൂസുകൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ രണ്ട് യൂസുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെച്ചോളാം. റെഡി അല്ലേ? നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സ്റ്റേ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ലെ. ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എങ്ങനെ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് സിമ്പിൾ ആയിട്ട് കാണാം? പോയിന്റ് ഉള്ള നമ്പർ ആണോ പോയിന്റ് ഇല്ലാത്ത നമ്പർ ആണോ എന്ന് ചെയ്യുക, ആദ്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അല്ലെ. ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ നമ്പർ 6.320 പോയിന്റ് ഉള്ള നമ്പർ അല്ലേ. സോ പോയിന്റ് ഉള്ള നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നോൺ സീറോ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് ഫുൾ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. സോ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4. സോ ഇവിടെ എന്തുണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, രണ്ടാമത് നോക്കിയേ, 2370. എവിടെയെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ല. ഇതെന്താണ്? നോൺ ഡെസിമൽ നമ്പർ ആണ്, പോയിന്റ് ഇല്ലാത്ത നമ്പർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നോൺ സീറോയും മാർക്ക് ചെയ്യണം, ലാസ്റ്റ് നോൺ സീറോയും മാർക്ക് ചെയ്യണം. പോയിന്റ് ഇല്ലാത്ത നമ്പറിന്റെ ഫസ്റ്റ് നോൺ സീറോയും ലാസ്റ്റ് നോൺ സീറോയും ഇൻ ബിറ്റ്വീൻ ഉള്ള നമ്പേഴ്സ് ആയിരിക്കും സിഗ്നിഫിക്കന്റ്. ദാറ്റ് മീൻസ് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 അല്ലെ. സോ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരിക്കും ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചെക്ക് വെദർ ദ ഇക്വേഷൻ half mv square equal to mgh dimensionally correct by the method of dimension. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് യൂസിലെ ഒരു യൂസ് വെച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ത്? ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യാൻ അല്ലേ. സോ half mv square equal to mgh എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് തന്നല്ലേ. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? half mv സ്ക്വയറിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. സോ half mv സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്തായിക്കോടാ വരിക? ഹാഫിന്റെ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല, നമ്പർ ആണ്. മാസിന്റെ ഡയമെൻഷൻ എന്താണ്? m ആണ്. ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? L²T⁻⁻2 എന്ന് വരും. mL²T⁻⁻2. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാണുള്ളത്? mgh ആണ് അല്ലെ, mgh ആണ്. സോ നമുക്ക് ഓരോന്ന് നോക്കാം. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, സോ മാസ്. g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സോ ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താണ്? LT⁻⁻2. h ഹൈറ്റ് ആണ്, സോ ഒരു L കൊടുക്കാം. രണ്ട് എല്ലുകൾ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിംഗിൾ L ആക്കി മാറ്റാം. സോ ഈക്വൽ ടു നമുക്ക് എന്ത് വരും? mL²T⁻⁻2 അല്ലെ. നോക്കിയേ നിങ്ങൾ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് അല്ലെ. യെസ്, ആൻഡ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് only if the dimension of each term on both sides of the equation are equal. എങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഒരു ടേം, റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരു ടേം, രണ്ടിന്റെയും ഡയമെൻഷൻ എന്താണ്? നമുക്ക് സെയിം ആയിട്ടാണ് വന്നത് അല്ലേ. സോ ധൈര്യമായിട്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. A car moving along a straight highway with a speed of 126 km/h. Okay, എന്തിലാണ് നമുക്ക് തന്നിട്ടുള്ളത്? km/h നമുക്ക് തന്നത് കേട്ടോ. So 126 km/h. It's brought to stop with a distance of 200 meters. So 200 meter അകലെയായിട്ട് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്തു. What is the retardation? Actually 200 എന്ന് പറഞ്ഞാൽ എന്ത് ഡിസ്റ്റൻസാ? കാർ സ്റ്റോപ്പ് ചെയ്ത ഡിസ്റ്റൻസാ. ഈ സ്റ്റോപ്പ് ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ പേര് വിളിക്കല്ലോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? -u² / 2a ആണ് അല്ലെ.
ഇനി നമുക്ക് ഇവിടെ ഈ ആക്സിലറേഷൻ അല്ലെ, ഇവിടെ റിട്ടാർഡേഷൻ. കാരണം ഇവിടെ ആക്സിലറേഷൻ എന്തുകൊണ്ടാണ് റിട്ടാർഡേഷൻ വിളിക്കുന്നത്? കാരണം കാറ് നിർത്തുകയാണ്, വെലോസിറ്റി കുറയാണ്, അപ്പൊ ആക്സിലറേഷനിൽ നെഗറ്റീവ് സൈൻ വരും. അങ്ങനെ ആക്സിലറേഷനിൽ നെഗറ്റീവ് സൈൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ അയാൾ എന്ത് വിളിക്കുന്നത്? റിട്ടാർഡേഷൻ വിളിക്കുന്നത് അല്ലെ. സോ എ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബൈ എ അപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇൻറ്റു എ ആയിട്ട് മാറും. ഇൻറ്റു എസ് അപ്പുറത്തേക്ക് പോയാൽ ബൈ എസ് ആയിട്ട് മാറും. സോ എ ഈക്വൽ ടു നമുക്ക് എന്ത് വരും? മൈനസ് യു സ്ക്വയർ ബൈ 2s. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ യു എന്ന് പറഞ്ഞാൽ ആരാ? 126 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? 5/18 ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റെഡ്യൂസ് ചെയ്യാം. 18 എത്ര ടൈംസ് ആണ്? 126 എന്ന് പറഞ്ഞാൽ യെസ് 5 ടൈംസ് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് അവിടെ 90 വരും അല്ലെ. 90 കഴിഞ്ഞിട്ട് 2 അല്ലെ, യെസ് 7 ടൈംസ് വരും. ഓക്കെ, 7 ടൈംസ് വന്നു. ഓക്കെ, 7 ടൈംസ് ആണ് വന്നത്. സോ 7 × 5 എന്ത് വരും? നമുക്ക് 35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പൊ യു കിട്ടി അല്ലെ, നമ്മൾ SI യൂണിറ്റ് കിട്ടി. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എ ഈക്വൽ ടു മൈനസ് യു എന്ന് പറഞ്ഞാൽ 35 ആണ്, എന്റെ സ്ക്വയർ എടുക്കണം, ബൈ 2 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ആരാ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ, അതാരാണ്? 200 മീറ്റർ ആണ്. സോ ഇൻറ്റു 200. റെഡി അല്ലേ? നേരെ നമുക്ക് കൊടുക്കാം എ ഈക്വൽ ടു മൈനസ് 35 സ്ക്വയർ എത്ര വരിക? യെസ് 1225 ബൈ 2 ഇൻറ്റു 200 എത്രയാണ്? 400 ആണ്. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുക, സിമ്പിൾ ആക്കി വെച്ചിട്ടുണ്ട്. നേരെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അത്രയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മളുടെ എന്ത് വരിക? റിട്ടാർഡേഷൻ. ഇവിടെ എന്തുകൊണ്ടാണ് റിട്ടാർഡേഷൻ വന്നത്? നോക്കിയതാ, ആക്സിലറേഷൻ കണ്ടുപിടിച്ചപ്പോ നെഗറ്റീവ് സൈൻ വന്നു. നെഗറ്റീവ് സൈൻ ഉറപ്പാ, കാരണം കാർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയാന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ വരിക അല്ലെ. അത് നമ്മൾ എന്ത് പേരിൽ വിളിക്കും? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞ പേരിൽ വിളിക്കുന്നു. റെഡി ആണല്ലോ? നേരെ നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? ആൻ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓൺലി ഇഫ് ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ആർ ഈക്വൽ. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡിറൈവ് ദ റിലേഷൻ v ഈക്വൽ ടു u പ്ലസ് എ ടി അല്ലെ. സോ v ഈക്വൽ ടു u പ്ലസ് എ ടി നമുക്ക് ഡിറൈവ് ചെയ്യണം. നേരെ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? v മൈനസ് u ബൈ ടി അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. അതെ, ബൈ ടി ഇപ്പുറത്തേക്ക് പോയാൽ എന്തായിട്ട് മാറും? എ ടി ആയിട്ട് മാറും. സോ എ ടി ഈക്വൽ ടു v മൈനസ് യു. ഈ മൈനസ് യു ഇപ്പുറത്തേക്ക് വന്നാൽ പ്ലസ് യു ആയിട്ട് മാറും. സോ നമുക്ക് തന്നു v ഈക്വൽ ടു u പ്ലസ് AT എന്ന് വന്നു. ഇതാണ് നമ്മളുടെ എന്തിന്റെ റിലേഷൻ വരിക? വെലോസിറ്റിയുടെ റിലേഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം, വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. റെഡി, സെറ്റ് അല്ലേ? നേരെ നമ്മൾ പോവാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എയ്തർ ലെസ് ഓർ ഈക്വൽ ടു പാത്ത് ലെങ്ത് അല്ലെ. ഈ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? ആരാ ഈ പാത്ത് ലെങ്ത്? എടാ, ഈ പാത്ത് ലെങ്ത് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ അവിടെ പറഞ്ഞത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് എയ്തർ ലെസ് ഓർ ഈക്വൽ ടു ദ പാത്ത് ലെങ്ത് ഓഫ് എൻ ഒബ്ജെക്ട് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും വേണമെങ്കിൽ ഈക്വൽ ആവാം. എപ്പോഴെങ്കിലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കുറയും? ഒരിക്കലും കുറയില്ലല്ലോ. അപ്പൊ എപ്പോഴും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും വരിക ആരെക്കാളും? ഡിസ്പ്ലേസ്മെന്റിനേക്കാളും. വേണമെങ്കിൽ എന്താവാം? രണ്ടാളും ഈക്വൽ ആവാം. സോ ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഡി അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും വരിക അല്ലെ. സോ ഇവിടെ പറഞ്ഞ എന്താ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എയ്തർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ പാത്ത് ലെങ്ത് അല്ലെ. ഈ നേരെ തിരിച്ചു എഴുതിയാൽ മതി. നേരെ തിരിച്ചു എഴുതുമ്പോൾ എന്താ വരിക? നമുക്ക് തിരിച്ചു എഴുതി നോക്കാം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഇതല്ല നമ്മൾ പറഞ്ഞത്? അതെ, ശരിയാണ്. ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഡിസ്റ്റൻസിനേക്കാളും ചെറുതേ വരുള്ളൂ. ഉറപ്പാണ്. സെയിം ആവാം, ഒരു കണ്ടീഷൻ സെയിം ആവും. അതുകൊണ്ട് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തത് അല്ലെ. സെറ്റ് അല്ലേ? അപ്പൊ ഇതെന്താണ്? ട്രൂ അല്ലെ. സോ ഇത് ട്രൂ നമ്മുടെ ഇത് കാണോ? സോ ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കാണുന്ന വിചാരിക്കുകയാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ്. ഓക്കെ, എ നൾ വെക്ടർ ഹാസ് നോ മാഗ്നിറ്റ്യൂഡ്. നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് എന്തില്ല? മാഗ്നിറ്റ്യൂഡ് ഇല്ല. സീറോ മാഗ്നിറ്റ്യൂഡാ അല്ലെ. മാഗ്നിറ്റ്യൂഡ് അല്ല, സീറോ മാഗ്നിറ്റ്യൂഡ് വെക്ടേഴ്സ് നമ്മൾ എന്ത് വിളിക്കുക? നൾ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. സോ ഇത് തന്നെയാണ് ട്രൂ. റെഡി അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എയ്തർ ലെസ് ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഓക്കെ, റെഡിയാണ്, സെറ്റാണ്. ഓക്കെ, സെറ്റ് അല്ലേ? സോ നമ്മൾ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചോളാം. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് വെലോസിറ്റി u at an angle theta.
with the horizontal. Draw the velocity time graph for the horizontal and vertical component. Okay. Draw the velocity time graph for the horizontal and vertical component എന്ന് പറഞ്ഞത് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നോക്കിയോ, നമുക്ക് എന്ത് ചെയ്യണം, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണ്ടേ. സോ ടൈം ഇവിടെ ഉണ്ട്, ഇവിടെ വെലോസിറ്റി ഉണ്ടാവാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കാം. ഏതാ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ്? യു കോസ് തീറ്റ. റെഡിയല്ലേ? അടുത്ത നമുക്ക് ആരാ എടുക്കണം അറിയോ? ഇവിടെ ടൈം ഉണ്ട്, ഇവിടെ നമ്മളെ വെർട്ടിക്കൽ കമ്പോണന്റ് ആരാളത്? യു സൈൻ തീറ്റ ആണുള്ളത് വിചാരിച്ചു. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു അല്ലെ? അല്ല, നമ്മളെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്? നമ്മളെ പ്രൊജക്ടൈൽ മോഷന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിൽ ഒന്നാമത്തത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ. അയാൾക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റിയാ, വെലോസിറ്റി മാറൂല. എന്ന് വെച്ചാൽ യു കോസ് തീറ്റയുടെ വെലോസിറ്റി ഒരിക്കലും മാറാൻ പോകുന്നില്ല. എത്രയാണോ ഇനീഷ്യൽ ഉള്ളത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യൂലേ? സുധ, ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് യു കോസ് തീറ്റന്റെ ഗ്രാഫ് വരിക. പക്ഷേ യു സൈൻ തീറ്റ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകുന്തോറും അത് കുറയൂലേ? അപ്പൊ ഇനീഷ്യലി നമ്മൾ വലിയൊരു വാല്യൂ കൊടുക്കുമല്ലോ, ആ വാല്യൂ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞ് 0 ആവും. റെഡിയല്ലേ? ആയിട്ടില്ല. ഇനി അയാൾ എങ്ങോട്ട് വരും? അയാൾക്ക് താഴേക്ക് വീഴണ്ടേ? സോ താഴേക്ക് വീഴുന്ന സമയത്ത് അയാളുടെ വെലോസിറ്റി കൂടും. പക്ഷേ നമ്മൾ ഇപ്പൊ വരച്ച വെലോസിറ്റി ഈ ഒരു കോർഡിനേറ്റ് ലൈൻ കൊണ്ട് അടുത്ത് എങ്ങോട്ട് വരയ്ക്കണം? നെഗറ്റീവ് ഡയറക്ഷനിൽ വരയ്ക്കണ്ടേ? സോ താഴെ ഇങ്ങനെ കൂടി പോവുകയും ചെയ്യും. സോ നമ്മൾ കൊടുത്ത വെലോസിറ്റി യു എന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ കുറഞ്ഞ് ഇവിടുത്തെ 0 ആവും അല്ലെ? അത് താഴേക്ക് പോകുന്നേ അത് കൂടി പോകും. അത് നെഗറ്റീവ് ഡയറക്ഷൻ. കാരണം എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ഉണ്ട്. സോ അത്രയും നേരം വരച്ചത് പോസിറ്റീവ് ക്വാഡ്രന്റിലാണ്, പിന്നെ നമ്മൾ അങ്ങോട്ട് വരയ്ക്കണം, അതിനെ നെഗറ്റീവ് ക്വാഡ്രന്റിലേക്ക് വരയ്ക്കണം. റെഡി ആണല്ലോ? സോ രണ്ടാളുടെയും നമ്മൾ എന്ത് വരച്ചിട്ടുണ്ട്? വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ ചോദിച്ചത് എന്താണ്? യെസ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ചോദിച്ചത്. നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു വെച്ചിട്ടുണ്ട്. റെഡി? നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എക്സ്പ്ലെയിൻ ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ. എന്താണ് ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്? എന്താണ്? രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് ഒന്നാമത്തെ വെക്ടർ ആണ് സാറേ, വെക്ടർ എ ആണ്. രണ്ടാമത്തെ വെക്ടർ വെക്കുന്നതിന് ഒരു രീതിയുണ്ട്. ട്രയാങ്കിളിലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, ഒന്നാമത്തെ വെക്ടറിന്റെ ഹെഡിന്റെ മുകളിൽ ആര് വരണം? രണ്ടാമത്തെ വെക്ടറിന്റെ ടെയിൽ വന്നിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ സൈഡ് ആയിരിക്കും നമ്മുടെ ആര് വരിക? റിസൾട്ടന്റ് വെക്ടർ വരിക. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? A + Bക്ക് അത് ഈക്വൽ ആയിരിക്കും. റെഡി ആണല്ലോ? ഇതാണ് ഏത് ലോ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. സോ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രയാങ്കിൾ ലോ, ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, then the third side will represent the resultant vector. ഇതാണ് നമ്മുടെ എന്ത്? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ. റെഡി ആണല്ലോ? ഇനി അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The force acting on a particle of mass m is indicated by ഫോഴ്സ് ടൈം ഗ്രാഫ് അല്ലേ? സോ ഫോഴ്സ് ടൈമിനനുസരിച്ച് മാറുന്നുണ്ട്. നമ്മളൊരു ഫോഴ്സ് ടൈം ഗ്രാഫിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഷോൺ ബിലോ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം. എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം? കണ്ടുപിടിക്കണം ഓഫ് ദി പാർട്ടിക്കിൾ ഓവർ ടൈം ഇന്റർവൽ ഫ്രം ഇവിടുന്നാണ് 0 to 10 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ കാണിക്കാം. നോക്കിയതാ 0 അവിടെ ഉണ്ട് അല്ലെ? ഇതല്ലേ 0, 10 ഇതാ അവിടെ ഉണ്ട്, ഇതാണ് 10. ഓക്കെ, റെഡി അല്ലേ? സോ അത് വരെയുള്ള ഗ്രാഫ് ഇതാ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ ഈ ആക്സിലാറുള്ളത് ഫോഴ്സ് ഉണ്ട്, ഈ ആക്സിലാറുള്ളത് ടൈം ഉണ്ട് അല്ലെ? അപ്പൊ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ആരായി? ഫോഴ്സ് ഇൻറ്റു ടൈം. ആരാണ് ഈ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നോക്കമളെ. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് ആണ്. ഈ ഇമ്പൾസ് എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇമ്പൾസ് മൊമെന്റം റിലേഷൻ. ഇപ്പൊ നമുക്കറിയാം F × T എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. സോ നമ്മൾ ഇമ്പൾസ് കണ്ടുപിടിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് അവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. റെഡി അല്ലേ? ഇതെന്ത് ഷേപ്പാ? ഇതേതാ ഷേപ്പ്? ട്രപ്പീസിയം അല്ലേ? നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ട്രയാങ്കിളും റെക്ടാങ്കിളുമായിട്ട് മാറ്റാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാ ചെയ്യാം? ഏരിയ ഓഫ് ട്രപ്പീസിയം എടുത്താൽ മതി. സോ ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്താണ്? സോ ഏരിയ ഓഫ് ട്രപ്പീസിയം അല്ലെ? സോ ട്രപ്പീസിന്റെ ഏരിയ എന്ന് വരിക ½ H × A + B ആണ്. നോക്കാം നമുക്ക്. ഹാഫ് H എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ സൈഡ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അത്ര ഡിസ്റ്റൻസ് എത്രയാ? രണ്ട് പാരലൽ സൈഡ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 5 ആണ്. സോ 5 എടുത്തു. ഓക്കെ അല്ലേ?
എ എന്ന് പറഞ്ഞാൽ 2 പാരലൽ സൈഡ്. സോ ഇത് എ ആണ്, ഇത് ബി ആണ്. എ എന്ന് പറഞ്ഞാൽ 0 ന്ന് 10ലേക്ക്. സോ എ 10 ആണ്. ബി എത്രയാണ്? 5 ന്ന് 10ലേക്ക്. 5 ആണ്. സോ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്, പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അഗൈൻ എന്ത് വരും? 5 വരും. ഇതാണ് ചെയ്യേണ്ടത്. സോ ഹാഫ് ഇൻറ്റു 5 അവിടെ ഉണ്ട്, ഇൻറ്റു 10 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 ഇൻറ്റു 5 എന്താണ് വരും മക്കളെ? 15 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 75 ആണല്ലേ. സോ നമുക്ക് നേരെ എന്ത് വരും? നമുക്ക് 75/2 എന്ന് വരും. 75/2 എന്ന് വരും. അത്രേ വരിക? 75/2 അല്ലെ? 37.5 അല്ലെ? 37.5 ആണ് നമുക്ക് വന്ന ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ? എന്താണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്? എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ 37.5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ച് ഇൻ മൊമെന്റം. ആലോചിക്കുക, ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്. ഇതിന്റെ അകത്തുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ ഇമ്പൾസ് കിട്ടും. ഫോഴ്സ് ടൈമിന്റെ അകത്തുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. റെഡി ആണല്ലോ? അതാണ് ഇവിടുത്തെ ഒരു കീ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് വെച്ചോളാം. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ലോ ഓഫ് ഇനേർഷ്യ. എന്താണ് ലോ ഓഫ് ഇനേർഷ്യ? ആരാണ് ലോ ഓഫ് ഇനേർഷ്യ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ അല്ലെ? ന്യൂട്ടന്റെ ഏത് ലോ ആണ് മക്കളെ? ഫസ്റ്റ് ലോയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. എന്താണ് ലോ ഓഫ് ഇനേർഷ്യ? എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അണ്ടിൽ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ ആ ബോഡിയിൽ എന്ത് മോഷൻ ആണുള്ളത് ആ മോഷൻ എന്ത് ചെയ്യും? അത് കണ്ടിന്യൂ ചെയ്യും. അത് റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ്, മോഷൻ ആണെങ്കിൽ മോഷൻ, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. റെഡി ആണല്ലോ? ഇതാണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ. റെഡി ആണല്ലോ? സോ അത്രയും പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മുടെ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ ഇതേപോലുള്ള വീഡിയോസുമായിട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. സോ എല്ലാവർക്കും ബൈ.